ഇപ്പോൾ ട്രംപ് പുടിൻ മീറ്റിംഗ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ അലാസ്കയിൽ വെച്ചാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ യുക്രൈൻ വിഷയമായിരിക്കും അവിടെ ചർച്ചാ വിഷയം. അപ്പോൾ അറിയാമായിരിക്കുമല്ലോ, യുക്രൈനിൽ നാലോ അഞ്ചോ പ്രദേശങ്ങളോളം റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തങ്ങൾക്ക് വേണമെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത്. അത് അവർ റഷ്യയുടെ ഭാഗമാക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ യുദ്ധം അവസാനിക്കുകയായിരിക്കും, യുദ്ധത്തിന് വിരാമം ഉണ്ടാകും എന്നായിരിക്കും ആ ചർച്ചയുടെ ഒരു ആകത്തുക. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ സെലൻസ്കി ഇതിന് വിട്ടുകൊടുക്കാൻ ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല. കാരണം യുക്രൈൻ്റെ ഒരു പ്രധാനപ്പെട്ട 5 പ്രദേശങ്ങളാണ് വിട്ടുകൊടുക്കേണ്ടി വരുന്നത്. ട്രംപിനാണെങ്കിൽ ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് നോബൽ പ്രൈസ് കിട്ടിയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലുമാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു മീറ്റിങ്ങിൻ്റെ ഒരു യോഗത്തിൻ്റെ ഒരു അന്തിമ വിധി എന്തായിരിക്കും? അലസി പിരിഞ്ഞു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് പറയേണ്ടി വരും. വെറുതെ ആകും. കാരണം ഇവർ രണ്ടുപേരും കൂടെ തീരുമാനിക്കുകയാണ്, പുടിനും ട്രംപും കൂടെ തീരുമാനിക്കുകയാണ് ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ച 15-ാം തീയതി, ഈ ഓഗസ്റ്റ് 15-ാം തീയതി അലാസ്കയിൽ വെച്ച് നടക്കുകയാണെന്ന്. ഈ പറയുന്ന യുക്രൈനിയൻ പ്രസിഡന്റിനെ ക്ഷണിച്ചിട്ടേയില്ല. അവരുടെ രാജ്യത്തിന്റെ തീരുമാനം എടുക്കാനാണ്. അത് ഒന്ന് ആലോചിക്കണം. ഇപ്പുറത്ത് നിൽക്കുന്നത് ട്രംപാണ്. ട്രംപിന്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഞങ്ങളുടെ കീഴേ നടന്നു പോകുന്ന ഒരു രാജ്യമാണ്. കാരണം ഇപ്പോൾ അവരാണല്ലോ സഹായിക്കുന്നതൊക്കെ. അപ്പം ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം എന്നുള്ള ഒരു മനോഭാവമുണ്ടല്ലോ. ആ മനോഭാവമായിരിക്കാം ഒരുപക്ഷെ യുക്രൈനിയൻ പ്രസിഡന്റിനെ കൂടി വിളിക്കാതെയുള്ള ഇവരുടെ ഈ ഒരു ചർച്ചയ്ക്ക് പിന്നിലുള്ള കാരണം. പക്ഷേ ഒരുപക്ഷെ യുക്രൈനിയൻ പ്രസിഡന്റ് ആയിട്ടുള്ള സെലൻസ്കിയെ കൂടി വിളിച്ച് ചർച്ചയ്ക്ക് ഇരുത്തി സമാധാനപരമായിട്ടൊക്കെ ഒരു ചർച്ച നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണെന്ന് തന്നെ പറയേണ്ടി വരും. അല്ല, ഇവരിപ്പോ ട്രംപും ഈ സെലൻസ്കിയും തമ്മിലുള്ള ചർച്ച തന്നെ അലസിപ്പോയി അറിയാലോ. അത് ഇട്ടോണ്ട് വന്ന കോട്ടിനെ പറ്റിയൊക്കെ കമന്റ് പറഞ്ഞ് സെലൻസ്കി ഇട്ടോണ്ട് വന്ന് അപമാനിച്ചു. അതിനുശേഷം അവർ തമ്മിൽ വേറെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിനുശേഷം ട്രംപ് പറയുന്നുണ്ട്, ഞങ്ങൾ ആയുധം തരാം, നീ ഒന്ന് പോയി അടിച്ചിട്ട് വരൂ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ട്രംപ് എത്തി. കാരണം ട്രംപിനെ എങ്ങനെയെങ്കിലും റഷ്യയെ നിലയ്ക്ക് നിർത്തണം. അപ്പൊ ആ ഒരു രീതിയിലേക്ക് വരെ പോവേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. എന്നിട്ടും ഒടുവിൽ ഇത് പറഞ്ഞ ട്രംപാണ് ഈ സെലൻസ്കിയെ കൂട്ടാതെ ഒരു ചർച്ചയ്ക്ക് മുതിരുന്നത്. അതൊരു നീതിയായിട്ട് തോന്നുന്നില്ല. കാരണം ഒരു നീതി ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? അതില്ല. പക്ഷെ ഒരു ശരിയാണ്, മര്യാദ എന്ന് പറയാനും പറ്റില്ല. ട്രംപിന് അതും ഇല്ലല്ലോ. അല്ല, ഇപ്പൊ ട്രംപ് തന്നെ ഇടപെടുന്നത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചൈനയോട് കാണിക്കുന്ന സമീപനമല്ല ഇന്ത്യയോട് കാണിക്കുന്ന. അതായത് അവർക്കൊരു സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ട്. അവർ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ചൈനയോട് കുറച്ചും കൂടെ മര്യാദയ്ക്ക് സംസാരിക്കുകയുള്ളൂ. ചൈന എന്തെല്ലാം രീതിയിൽ പ്രകോപിപ്പിച്ചു, ഐ ഡോണ്ട് കെയർ, വി ഡോണ്ട് കെയർ എന്നൊക്കെ പറഞ്ഞു ഇവരുടെ സമയത്തൊക്കെ. ചൈനയോട് സംസാരിക്കുന്ന ഭാഷ കുറച്ചും കൂടെ മിതത്വം. അത് ട്രംപ് അല്ല, ബൈഡൻ അല്ല, ആരാണ് അമേരിക്കൻ പ്രസിഡന്റെങ്കിലും ആ ഭാഷയെ വരത്തുള്ളൂ. ഇന്ത്യ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ റഫായിട്ട് സംസാരിക്കും. ഇതിൽ നിന്ന് താഴെ പോയി ആഫ്രിക്കൻ രാജ്യങ്ങളാണെങ്കിൽ ഇതിനേക്കാളും മോശമായിട്ട് സംസാരിക്കും. അപ്പോൾ അമേരിക്ക അത്തരത്തിലാണ് എല്ലാ രാജ്യങ്ങളുടെ അടുത്തും ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഈ യുക്രൈൻ എന്ന് പറയുന്ന ആയുധം വാങ്ങിക്കുന്ന രാജ്യം അവരുടെ അടിമ തന്നെയാണ്. അങ്ങനെ അയാൾ പറയുള്ളൂ, ട്രംപ് പറയുള്ളൂ. അതേ കാണാൻ കഴിയുള്ളൂ. അത് ഈ കണ്ട കാലങ്ങളിലെല്ലാം അമേരിക്കയുടെ മനോഭാവം നമ്മൾ പറയില്ല, ഓരോ വർണ്ണം വെച്ചിട്ടൊക്കെ തിരിച്ച് ആളുകളെ കാണുന്ന ഒരു രീതി അത് അമേരിക്കയുടെ മനസ്സിൽ നിന്ന്, ആ ജനതയുടെ മനസ്സിൽ നിന്ന് പോകാത്തത് കൊണ്ടായിരിക്കാം. നമ്മളിവിടെ ഈ നാട്ടില് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരുപാട് കല്യാണങ്ങൾ റീൽസ് കണ്ടുകൊണ്ടായിരിക്കുമല്ലോ, മറ്റേ പാട്ടൊക്കെ ഇട്ടിട്ട് ഈ 18 കഴിഞ്ഞ ഉടനെ ചെറുക്കന്മാർ കെട്ടിക്കൊണ്ട് വരും. ചെറുക്കൻ പെണ്ണും കൂടെ കല്യാണം കഴിച്ച് കെട്ടിക്കൊണ്ട് വരുന്ന കണ്ടിട്ടുണ്ട്. ആ പാട്ട് എന്തായിരുന്നു മറന്നുപോയി. ഭയങ്കര ഫേമസ് പാട്ടല്ലായിരുന്നു, കുറച്ചുനാൾ മുന്നേ വരെ ഇതായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഇവരെങ്ങനെ ജീവിക്കുന്നതെന്ന് ചേച്ചി ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അതായത് ഇവരുടെ അച്ഛനായിരിക്കും പണിക്ക് പോകുന്നത്, ഈ പെണ്ണിനും ചെറുക്കനും കൂടെ വേണ്ടി ചെറുക്കൻ്റെ അച്ഛനായിരിക്കും പണിക്ക് പോകുന്നത്. അത് കുറച്ച് കഴിയുമ്പം ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഈ തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ അച്ഛനായിരിക്കും. മനസ്സിലായ? ഒരു ദിവസം അച്ഛൻ എന്ന് പറയും, ഇന്ന് നിങ്ങൾ ഒരുമിച്ച് കിടക്കണ്ടെന്ന് പറയും. അവനൊന്നും പറയാൻ പറ്റൂല. കാരണം ചിലവിന് തരുന്ന ആരാ? കാരണം ഇനി ഒരെണ്ണം കൂടെ ഉണ്ടായാൽ അതിന് ചിലവും കൂടെ അയാൾ നോക്കണം, ഇങ്ങനെ നോക്കണം. അപ്പോൾ അയാൾ പറയും നിങ്ങൾ ഒരുമിച്ച് കിടക്കണ്ട എന്ന് പറയും. അപ്പോൾ ഇതാണ് ട്രംപ് സെലൻസ്കിയോട് കാണിക്കുന്നത്. കാരണം സെലൻസ്കി എന്താണ്, അവിടുന്ന് ആയുധങ്ങൾക്ക് വേണ്ടിയുള്ള പൈസ മാത്രമാണ് വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതും അവർക്ക് നിലനിൽക്കാൻ, അതിന് പൈസ വാങ്ങിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ അവർക്ക് ഒരു ഉപയോഗവും തിരിച്ച് കിട്ടുന്നുമില്ല. അപ്പം ട്രംപ് ഇങ്ങനെ മാത്രമേ സെലൻസ്കിയോട് ബിഹേവ് ചെയ്യുള്ളൂ. പിന്നെ അത് കുറച്ചും കൂടെ മിതമായിരുന്നതിന് മറ്റൊരു പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ, ഇത്രയും
അതെ. ഈ സെലൻസ്കി എല്ലാവരും ഇപ്പോഴും ഒരു കൊമേഡിയൻ സ്റ്റൈലിൽ തന്നെ കാണുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണ്ട. അപ്പോൾ കാരണം അയാൾ വന്നത് കൊമേഡിയൻ ആയിട്ടാണെങ്കിലും ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റായിട്ട് ഇരിക്കേണ്ട സ്ഥലത്തിരുന്ന് ഇരിക്കേണ്ട രീതിയിൽ ചിന്തിക്കേണ്ട രീതിയിൽ ചിന്തിച്ചിട്ടല്ല ഈ ഒരു യുദ്ധത്തിലേക്ക് പോയിട്ടുള്ളത് എന്ന് തോന്നുന്നു. കാരണം ഈ നാറ്റോ നേഷൻസിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക ഒരു 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 അവരുടെ ഒരു അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇവർ ഉപയോഗപ്പെടുത്തുന്നതാണല്ലോ. അപ്പോൾ അതിലേക്ക് വീണ് പോകാതിരിക്കാൻ ശ്രമിക്കാമായിരുന്നു. ബുദ്ധിയോടെ ചിന്തിച്ചിട്ടുണ്ട്. പകയോടെ ചിന്തിച്ചാൽ ഒരിക്കലും നമുക്ക് നേരെയുള്ള വഴി തെളിയൂല. പകയിലൂടെ മാത്രമേ നമ്മുടെ ചിന്ത പോകുള്ളൂ. അങ്ങനെ ചിന്തിച്ചു കൂട്ടി ഇതിൻ്റെ ഒരു അനന്തരഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവർ പറയുന്നത് ഇവരുടെ പകുതിയുള്ള ഒരു ഈ ഈ പ്രദേശങ്ങൾ 4ഓളം ഭൂപ്രദേശങ്ങൾ ഇവർ ആവശ്യപ്പെടുന്നതും ഒരു ഭൂപ്രവിശ്യ ഇവർ അധീശത്വം സ്ഥാപിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഭൂപ്രവിശ്യയും കൂടെ ചേർത്തുകൊണ്ട് 5ഓളം പ്രവിശ്യകളാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ വിളിക്കാതെ പോയതുകൊണ്ട് ട്രംപ് ഇങ്ങനെ വിളിക്കാണ്ട് ഈ ഒരു ചർച്ച നടത്താൻ പോവുകയാണ്, എന്നെ വിളിക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ സെലൻസ്കി നാവ് പൊക്കി. സെലൻസ്കി പറഞ്ഞു ഇങ്ങനെ തൻ്റെ രാജ്യം അധിനിവേശക്കാർക്ക് ഒരു തുണ്ട് ഭൂമി പോലും നൽകില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു തീരുമാനം അത് സമാധാനത്തിനെതിരായിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നുണ്ട്. പക്ഷെ വായിട്ടടിക്കാനേ പറ്റുള്ളൂ. അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ്? ഇവരൊരു തീരുമാനം എടുത്തു, ഇവർ ഈ തീരുമാനം നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ നിന്ന് സെലൻസ്കി ഒരു ആക്രമണം അഴിച്ചുവിടുകയാണെന്ന് വയ്ക്കുക. സെലൻസ്കിക്ക് ആയുധങ്ങൾ കിട്ടില്ല, സെലൻസ്കിക്ക് ഫണ്ട് കിട്ടില്ല, നാറ്റോ രാജ്യങ്ങളെല്ലാം പിന്മാറും ട്രംപ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നീട് നടക്കുന്നത് ഒരൊറ്റ അടിയായിരിക്കും. ആ അടിയിൽ യുക്രൈൻ എന്ന് പറയുന്ന രാജ്യം തരിപ്പണമാകും. ആ ഒരു അടിയിലേക്ക് കൊണ്ടുപോകാനാണോ ട്രംപ് ഈ ശ്രമിക്കുന്നത് എന്ന് കൂടി നമുക്ക് സംശയം തോന്നിപ്പോകും. കാരണം എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ കുറവുകളുണ്ട് എന്ന് പറയുമ്പോഴും ഒരു രാജ്യത്തിൻ്റെ അധിപൻ അവിടെ ഇരിക്കുമ്പോൾ അതിനെ കൂടി വിളിച്ചു നിർത്താം. വേണമെങ്കിൽ പറയാം, ഞങ്ങൾ പറയും നിങ്ങൾ ഇങ്ങനെ പെരുമാറിയാൽ മാത്രമേ ഇതിലൊരു സൊല്യൂഷൻ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടെങ്കിലും ഒരു മാന്യതയുടെ പേരിലെങ്കിലും, മാന്യത പ്രതീക്ഷിക്കുന്നില്ല ട്രംപിൽ നിന്ന്, പുടിന് അത് നോക്കേണ്ട കാര്യമില്ല. പുടിനെ സംബന്ധിച്ച് അത് നോക്കേണ്ട കാര്യം പുടിന് ഉണ്ടെന്ന് തോന്നുന്നില്ല. ട്രംപിന് ഇത് അവസാനിപ്പിച്ചിട്ട് നൊബേൽ സമ്മാനം വാങ്ങാനുള്ള തത്രപ്പാടുമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് മനഃപൂർവ്വം ഒരു അവസാന അടി എന്ന് പറയില്ലേ, ആ ഒരു അവസാന അടി ഉണ്ടാക്കി യുക്രൈൻ പൂർണ്ണമായും പിടിച്ചടക്കാൻ വേണ്ടിയിട്ടാണോ ട്രംപ് ഈ ഒരു പ്രവൃത്തി നടത്തുന്നത് എന്നുള്ളത് കൂടി നമുക്ക് സംശയമുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു ചെറിയ ചരിത്രം എന്ന് പറയുന്നത്, ഈ യുക്രൈൻ എന്ന് പറയുന്നത് കിഴക്കൻ യൂറോപ്പിലെ ഒരു വലിയ രാജ്യമാണ്. അത് 91-ലാണ് സ്വതന്ത്ര റിപ്പബ്ലിക് ആവുന്നത്. ഇതുവരെ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു. റഷ്യ, പോളണ്ട്, ബെലാറസ്, ഹംഗറി, സ്ലൊവാക്യ എന്നീ രാജ്യങ്ങളുടെ അതിർത്തിയിലുള്ള ഒരു കരിങ്കടൽ തീര രാഷ്ട്രമായിട്ടാണ് ഇതിനെ അറിയപ്പെട്ടിരുന്നത് 9-ാം ശതകത്തിൽ. ആ സമയത്ത് ഇതിൻ്റെ ഒരു പേര് കീവൻ റഷ്യ എന്നായിരുന്നു. കീവൻ റഷ്യ നാടോടി കൂട്ടങ്ങളായിരുന്നു അക്കാലത്തെ കീവൻ റഷ്യക്കാർ എന്നാണ് പറയുന്നത്. വലിപ്പമുള്ള രാജ്യമായിരുന്നതുകൊണ്ട് നിരവധി ഗോത്ര നേതാക്കൾ അവകാശം സ്ഥാപിച്ച് അവരുടെ ഭരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയുണ്ടായി. കൂട്ടത്തിൽ സമ്പന്നമായ മേഖലകൾ കൈയടക്കാൻ അതിർത്തി രാജ്യങ്ങൾ തയ്യാറായതോടെ യൂറോപ്പിലെ സ്ഥിരം സംഘർഷ മേഖലയായിട്ട് ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. പോളണ്ടിനെ അനുസ്മരിപ്പിക്കും വിധം കാർഷിക മേഖല അക്കാലത്ത് ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയതും യുക്രൈനായിരുന്നു. കാരണം അത് അത്രയേറെ അധ്വാനശീലരായിരുന്നു അവിടുത്തെ ജനത എന്നുള്ളതാണ്. 1917 റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് സോവിയറ്റ് ചേരിയിലേക്ക് ക്ഷണമുണ്ടായെങ്കിലും 1922 അവർ സോവിയറ്റ് യൂണിയന്റെ അംഗീകൃത ഭാഗമാകുന്നത്. സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം 91 വീണ്ടും സ്വതന്ത്ര രാഷ്ട്രമായി മാറുന്നുണ്ട്. എന്നിട്ടും റഷ്യൻ ചായ്വ് പ്രകടിപ്പിച്ചിരുന്ന ഇവർ 2005 ഓറഞ്ച് വിപ്ലവത്തെ തുടർന്നാണ് അമേരിക്കൻ ചേരിയിലേക്ക് കൂറുമാറുന്നത്. അപ്പോൾ ഒരു ഘട്ടം വരെ റഷ്യയുടെ ഭാഗമായിരുന്ന പ്രദേശമാണ്. അതുകൊണ്ടാണ് പുടിൻ എപ്പോഴും ഒരു കൺസെഷൻ കൊടുക്കുന്നത്, ഞങ്ങളുടെ ആളുകൾ അവിടെ ഉണ്ട്, അപ്പോൾ ഞങ്ങൾ കണ്ണും മൂട്ടി ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ആളുകളെ കൂടി അത് ബാധിക്കും എന്നുള്ളൊരു കൺസെഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൃത്യമായിട്ട് പുടിന് അറിയാം ഇതിന് പിന്നിൽ കളിക്കുന്ന നാറ്റോ രാജ്യങ്ങളുടെ ബുദ്ധി എന്താണ്, അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ അറിയാം. പിന്നെ ആ ഒരു രീതി വെച്ചിട്ടാണ് ഇതുവരെ ഒരു തലോടലെന്ന് നമുക്ക് സൈനിക നടപടിയെ വിശേഷിപ്പിക്കാൻ പറ്റില്ല, പക്ഷേ
ആഞ്ഞടിക്കാത്തത് അതുകൊണ്ടാണ്. ഇനി ഒരു ആഞ്ഞടിയാണ് ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കാരണം സെലൻസ്കി വായടച്ചില്ല, ഇത് എന്താ പറയുക, റാൻ മൂളി നിന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊരു പക്ഷേ അമേരിക്കയും റഷ്യയും ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണെങ്കിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിൽക്കാത്ത ഒരു രാജ്യത്തിനെ അവർ സപ്പോർട്ട് ചെയ്യില്ല. അമേരിക്കയെ സപ്പോർട്ട് ചെയ്യാത്തിടത്തോളം നാറ്റോ രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നില്ല. അപ്പോൾ ഒരൊറ്റ അടിയിൽ ഇത് തീർന്നു കിട്ടാനുള്ള ഒരു സാധ്യതയാണ് നോക്കുമ്പോൾ കാണുന്നത്.